വികാരം ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ക്ഷേമാനുകൂല്യങ്ങൾ വലിയ തോതിൽ സർക്കാരാണ്. പക്ഷെ എം മണി പറഞ്ഞത് ആളുകൾ ഈ ക്ഷേമമൊക്കെ വാങ്ങിയിട്ട് കിടപ്പുകൾ കാട്ടി എന്നാണ് പറയുന്നത്. ഇതൊക്കെ തിരിച്ചടിയാണ്. ഇതൊക്കെ ഒരു ജനപ്രതിനിധിക്ക് പറയാൻ ചേർന്ന വാക്കുകളാണ്. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണേണ്ടത്, ഞങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും വോട്ടിന് വേണ്ടിയല്ല. ഇവിടെ ജനങ്ങളുടെ അവകാശമാണ് ഇതൊക്കെ ലഭ്യമാവുക എന്നുള്ളത്. ഇതാരെങ്കിലും നൽകുന്ന ഒരു ഔദാര്യം എന്ന നിലക്കല്ല ഞങ്ങളതിനെ കാണുന്നത്. സർക്കാരിനൊരു ഔദാര്യം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതല്ല. സർക്കാരിന് പരിമിതികളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ നടുക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തൽപരരാണ്. പക്ഷേ അതിന് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വോട്ട് പോരട്ടെ എന്നുള്ള ചിന്തയല്ല, അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് വരുന്ന മാറ്റങ്ങളില്ലേ, ആ മാറ്റങ്ങൾ നമ്മൾ കാണണ്ടേ? ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളത്തിലാണ് എന്ന് നമ്മുടെ രാജ്യമാകെ കണക്കാക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ കണക്ക് വരുന്നത്? എന്താണ് ഈ ദാരിദ്ര്യം കുറയാൻ കാരണം? ഇപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി എന്ന പ്രഖ്യാപനം നടത്തി. എങ്ങനെയാണ് അങ്ങനൊരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിഞ്ഞത്? നമ്മൾ കാണേണ്ടത്, ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ഇപ്പോൾ 2000 രൂപ വീതം, നേരത്തെ 1600 1600 രൂപ വീതം ഓരോ ആളുടെയും കയ്യിൽ കിട്ടുക, 60 ലക്ഷം ആളുകളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് അവർ പെട്ടിയിൽ വെച്ച് പൂട്ടുകയല്ലോ ചെയ്യുക. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കില്ലേ, നാട്ടിലത് വ്യാപരിക്കുകയല്ലേ, പാവപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കയ്യിലല്ലേ ഇതെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള നമ്മുടെ ഒരുപാട് ശ്രമങ്ങളുണ്ടായതിൽ ചെറിയൊന്നാണല്ലോ ഇതൊക്കെ. അത്തരം കാര്യങ്ങളാണല്ലോ ഇതിന് പങ്കുവഹിച്ചിട്ടുള്ളത്. അത് നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, ഇന്ത്യ രാജ്യത്ത് നമ്മളെക്കാളും വിഭവശേഷിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും സംസ്ഥാനം ഈ അതിദാരിദ്ര്യമുക്തമാക്കാൻ പുറപ്പെട്ടോ? നേരത്തെ ആലോചിച്ചില്ല. എന്നാൽ കേരളം ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ, എന്നാൽ നമ്മളൊന്നും ഒരു കൈ നോക്കിക്കളിയാ എന്ന് വിചാരിച്ച് ഏതെങ്കിലും സംസ്ഥാനം ഇപ്പോൾ അതിനുശേഷം പ്രഖ്യാപിച്ചോ? അപ്പോൾ ഇതൊക്കെ ഒരു ജനങ്ങളോടുള്ള മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. പാവപ്പെട്ടവരെ എങ്ങനെ കാണുന്നു എന്ന പ്രശ്നമാണ്. ഇതിൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടരാണ്, ആ മുന്നണിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. വോട്ട് അതിൻ്റെ അകത്തൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ലോക്സഭാ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില മണ്ഡലങ്ങളിൽ അവിടെ വലിയ രീതിയിൽ ആളുകൾ ഒഴിവാക്കി എന്ന് പറയുന്നു. അതെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതൊരു കണക്ക് സർക്കാരോ സംവിധാനം എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന കണക്കല്ല എൻ്റെ അടുത്തുള്ളത്. ഇവിടെ കാണേണ്ടത്, നമ്മുടെ ചില പ്രദേശങ്ങളിൽ വോട്ടർമാർ ഒഴിവായി പോയതിനെ പറ്റി ചില പരിശോധനകൾ ആവശ്യമായിട്ടുണ്ട്. ആ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പലരും ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ചിലർ 2002 തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടുണ്ടായില്ല. അദ്ദേഹം ഔദ്യോഗികമായി ചിലപ്പോൾ കേരളത്തിന് പുറത്തായിരിക്കും. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വോട്ടില്ല. ഇപ്പോൾ ഒരാളെ കാര്യം എനിക്ക് നേരിട്ടറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ രമൺ ശ്രീവാസ്തവയെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, SIR അനുസരിച്ച് എനിക്കിപ്പോൾ വോട്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? 2002 ഞാൻ ONGCയിലായിരുന്നു, അവിടെയാണ്. അപ്പോൾ ഇവിടെ വോട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വോട്ടവകാശം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേൾക്കുന്നത്, അത് കേൾവി മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തെ പോലുള്ള ചില പ്രധാനികൾ തന്നെ ഈ വോട്ടവകാശം ഇല്ലാത്തവരായിട്ടുണ്ട് എന്നാണ്. ചില അത്യുന്നതർ തന്നെ ഇങ്ങനെ ചില സ്ഥാനം വഹിച്ചവർ. അപ്പോൾ ഒരുപാട് സ്ഥലത്തുള്ളവർ വോട്ടവകാശം ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, തൃക്കരിപ്പൂരൊരു അനുഭവം പറയുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ഒരു സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരവിടെ ഇല്ല, ഇവിടെ സ്ഥലത്തില്ല എന്ന് രേഖപ്പെടുത്തുകയാണ്. അവർ പോസ്റ്റ് ഓഫീസിലെ ജോലിക്ക് പോയതാണ്. അതിന് അവിടുന്ന് പോയതാണ് മറ്റൊരു സ്ഥലത്ത്. അവിടെ തന്നെ
വേറെ അല്ല, രാവിലെ പോയതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിനും അവർക്കെല്ലാം വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടി വേണമെന്നുള്ളതുകൊണ്ടാണ് ഒരു ഹെൽപ്പ് ഡെസ്ക് സർക്കാർ തന്നെ സഹായം ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നത്.